ഹായ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹിമാചൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാസോളിലാണ്. കാസോളിൽ ചെറിയൊരു ട്രക്കിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടി പോവാണ്. ചാലാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. ആ റിവറിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. നല്ല സ്ഥലങ്ങളാണ് ഇവിടെ, പക്ഷേ സ്നോ ഇല്ല. നല്ല തണവുണ്ട്. മേലെ സ്നോ ഉള്ള മലകൾ കുറേ കാണാനുണ്ട്, പക്ഷേ ഇവിടെ അധികം കാണാനില്ല. പക്ഷെ ഇവിടെ നല്ല തണവുണ്ട്. പാലം കൊള്ളാല്ലേ? എവിടെ നോക്കിയാലും അടിപൊളി വ്യൂകളാണ്. ഇതേ കണ്ടോ, അവിടെ കണ്ടോ ഒരു ഐസ് മല. ഇവിടെ താഴെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു പാലം എന്തായാലും കൊള്ളാം. നല്ല രസമുള്ള പാലമുണ്ട്, ഇരുമ്പിൻ്റെ ഒരു പാലം. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള റൂട്ടാണ്. അവൻ മുമ്പിൽ പോകുന്നുണ്ട്. നല്ല പച്ച കളറിലുള്ള വെള്ളം കേട്ടോ. മഞ്ഞിരിക്കി വരുന്ന വെള്ളമാണ്. നല്ല സൂപ്പർ ക്ലിയർ വെള്ളമാണ്. പാറകൾക്കിടയിലൂടെ ഉണ്ടാക്കിയ ഒരു വഴിയാണിത്. അവിടെ നിന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ? ഈ റിവറിൻ്റെ സൈഡിൽ കൂടിയുള്ള ട്രക്കിംഗ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ആ പാലം ക്രോസ് ചെയ്ത് ഇങ്ങനെ നടന്ന് വരുന്നത്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്തോ തന്നെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അവിടെ പോയാൽ തന്നെ അറിയുള്ളൂ. വേറെ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോയി കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് എല്ലാതും. അവനവിടെ പോയി നിൽക്കുന്നുണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ. പച്ച കളറിലുള്ള വെള്ളം, സൂപ്പർ കണ്ണീര് മാതിരി വെള്ളമാണ്. മഞ്ഞുരുക്കി വരുന്ന വെള്ളം. അതിനുണ്ടാക്കിയിടും അല്ലേ? നമ്മളിപ്പോൾ ആ റിവറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ട്രക്ക് ചെയ്ത് വന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ചും കൂടി കൊണ്ട് നീങ്ങിയിട്ട് വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചലാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ ഉള്ളതെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഹായ്, വെൽക്കം ടു ചലാൽ. ഇതിപ്പോൾ നമ്മൾ പോകണ വഴിയിൽ കാണുന്ന ഒരു കാഴ്ചയാണിത്. കുതിരേനെയും പിന്നെ കോവർ കഴുതയൊക്കെയാണ് ഇവിടെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെയാണ് ഇവർ മെറ്റലും സിമെൻറ്റൊക്കെ വീട് പണിയാനും പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പാലില്ലേ, ആ പാലത്തിൻ്റെ അവിടെ വരെ വണ്ടി വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുതിരേനെയും കോവർ കഴുതേനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഗ്രാമത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഭയങ്കര കഷ്ടപ്പാടൊക്കെയാണ് ഇവരുടെ അവസ്ഥ. ഇപ്പോൾ ഇവർ തിരിച്ചു പോകാമെന്ന് തോന്നുന്നുണ്ട്. ഒരു സാധനം കൊണ്ടിട്ട് വീണ്ടും എടുക്കാൻ വേണ്ടി തിരിച്ചു പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നത് സംഭവമാണ്. നല്ല രസമുണ്ട്. പഴയ വീടുകൾ, ഇവിടുത്തെ സ്റ്റൈലിലുള്ള വീടുകളൊക്കെയാണ്. അതാണ് ചലാലിൽ കാണാനുള്ളത്. റാസോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കുറച്ചും കൂടി ഹൈറ്റിൽ ആണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യൂകൾ ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ചലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടില്ലേ റിവറിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകണത്.
ആ റിവറിൻ്റെ സൈഡിലൂടെ ട്രക്കിംഗ് ആണ് മെയിനായിട്ടുള്ളത്. ആ റിവർ പോയിൻ്റ് വ്യൂ, പിന്നെ അവിടത്തെയുള്ള ക്യാമ്പ് കാര്യങ്ങളൊക്കെയാണ് ചലാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലം അന്വേഷിച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആപ്പിൾ മരങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സീസണിൽ വന്നാൽ നമുക്ക് നിറയെ ആപ്പിൾ കാണാമായിരുന്നു. നമുക്ക് ആപ്പിൾ കാണാനുള്ള ബാക്കി ഉണ്ടായില്ല. പിന്നീട് ഒരിക്കലാവും എന്തായാലും അങ്ങോട്ട് നടന്ന് പോകുന്നുണ്ട്. അവിടെ ഉണ്ടോ മലയുടെ മുകളിൽ നല്ല രസത്തിൽ ഇങ്ങനെ കാട് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമുണ്ട്. അത് ക്യാമറയിൽ എത്ര രസം ഉണ്ടാവുമെന്ന് അറിയില്ല. അവനങ്ങനെ അങ്ങോട്ടും എന്നെയും കൊണ്ട് പോകുന്നുണ്ട്. കുറച്ചായി നടക്കുന്നു. റിവറിൻ്റെ അവിടേക്ക് ലക്ഷ്യമിട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ ആ റിവറിൻ്റെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, കുട്ടികളൊക്കെ ഒരുപാട് ദൂരം നടന്നിട്ടാണ് സ്കൂളിലേക്കൊക്കെ പോയിട്ട് വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ പഠിക്കാൻ പോണ കുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന കെട്ടിടം തന്നെ 3 നിലയുള്ളൊരു കെട്ടിടമാണ്. ഇത് പണിയാൻ തന്നെ ഒരുപാട് നാളെടുത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുതിരേമയും പിന്നെ കഴുതേമയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്. വാഹന സൗകര്യം ഇല്ലാത്ത കാരണമാണ് ആൾക്കാർ പോയി ചുമന്നിട്ടൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു വീട്ടിലേക്ക് അല്ലെങ്കിൽ കടകളിലേക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കണം. ഇപ്പോൾ ആ പാലം വരെ വണ്ടികൾ വരുന്ന കാരണം അവിടെ നിന്നോട്ട് ഇവർ വീട്ടിലേക്ക് ഇപ്പോൾ 2-3 കിലോമീറ്റർ നിന്നുണ്ട്. അവിടേക്കൊക്കെ ഇവർ നടന്നിട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. ഭയങ്കര ദുരിതപൂർണ്ണമായൊരു ജീവിതമാണ് ഇവരുടെ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ ചലാലിൽ കണ്ടത്. ഇനി ആ റിവറിൻ്റെ അവിടെ കൂടി ഒന്ന് പോയിട്ടൊന്ന് കുറച്ച് നേരം ഇരിക്കണം. കുറേ ദൂരം നടന്നു. നമ്മൾ കാസോൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് ട്രക്ക് ചെയ്ത് കയറി പോകണം. മലയുടെ മേളിൽ കയറി പോകണം. അവിടെയാണ് എനിക്ക് ഇനി പോകാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിനുണ്ട് ബാക്കിൽ വ്യൂ. ഇതൊക്കെയാണ് സ്ഥലം. അവിടെയൊക്കെ ടെൻ്റ് ഗാർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ചലാൽ ഗ്രാമം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.